വിവാഹം എന്നത് വളരെ പവിത്രമായ ഒന്നായാണ് എല്ലാവരും കണക്കാക്കുന്നത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ പലർക്കും വിവാഹം ദുരന്തത്തിൽ കലാശിക്കുകയും ചെയ്യാറുണ്ട്. അത്തരത്തിൽ ഇന്നലെ പത്തനംതിട്ടയിൽ നടന്നത് ഒരു ഞെട്ടിക്കുന്ന സംഭവമാണ്. പത്തനംതിട്ട തടിയൂരിലാണ് ഇന്നലെ നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ വിവാഹം മുടങ്ങിപ്പോയത്. വിവാഹം മുടങ്ങിയെങ്കിലും ഒരു പെൺകുട്ടിയുടെ ജീവിതം തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് ബന്ധുക്കൾ. ഇന്നലെ ഉച്ചയോടെ തടിയൂരിലെ ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിലായിരുന്നു വിവാഹം നടക്കേണ്ടിയിരുന്നത്. തടിയൂർ സ്വദേശിയായ 32കാരന്റെയും നാരങ്ങാനം സ്വദേശിനിയായ യുവതിയുടെയും വിവാഹ ചടങ്ങുകളാണ് ഇന്നലെ നിശ്ചയിച്ചുറപ്പിച്ചിരുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് 32കാരനായ വരൻ വിവാഹത്തിനായി വിദേശത്തു നിന്നും നാട്ടിലേക്കെത്തിയത്. വിവാഹ ദിവസം കൃത്യസമയത്ത് തന്നെ വരൻ പള്ളിയിലേക്ക് എത്തുകയും ചെയ്തു. ക്ഷണിക്കപ്പെട്ട അതിഥികളും ബന്ധുക്കളുമെല്ലാം പള്ളിയിലുണ്ടായിരുന്നു. എന്നാൽ വരനെ സ്വീകരിക്കാനെത്തിയ വധുവിന്റെ വീട്ടുകാർ കണ്ടത് അടിച്ചു പൂസായി കാറിൽ നിന്ന് ഇറങ്ങാൻ പോലും സാധിക്കാത്ത വരനെയാണ്. തുടർന്നാണ് രംഗം വഷളാകുന്നത്. ഏതാനും പേർ ചേർന്ന് വരനെ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും കാലുറയ്ക്കാത്ത സ്ഥിതിയിലായിരുന്നു വരൻ. ഇതോടെ വിഷയം ഗുരുതരമായി. വധു വിവാഹത്തിന് സമ്മതമല്ലെന്ന് വൈദികനെ അറിയിച്ചു. തുടർന്ന് ഈ കാര്യം അറിയിക്കാനെത്തിയ വൈദികനോടും വരൻ മോശമായി സംസാരിക്കുകയായിരുന്നു. തുടർന്ന് ഇരുകൂട്ടരുടെയും ബന്ധുക്കൾ തമ്മിൽ വാക്കേറ്റത്തിലായി. ഇതിനിടെ വരന്റെ അമ്മ ബോധരഹിതയായതിനെ തുടർന്ന് കോഴഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. വരന്റെ പരാക്രമം കണ്ട വധുവിന്റെ വീട്ടുകാർ വിവാഹത്തിൽ നിന്നും പിന്മാറുകയാണെന്ന് അറിയിച്ചു. തുടർന്ന് പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി വരനുമായി സംസാരിച്ചെങ്കിലും ഇയാൾ മദ്യലഹരിയിൽ വീണ്ടും അക്രമാസക്തനാവുകയായിരുന്നു. ഇതോടെ വരനെതിരെ പൊതുസ്ഥലത്ത് മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതിന് പോലീസ് ആക്ട് പ്രകാരം കോയിപ്രം പോലീസ് കേസെടുക്കുകയും ചെയ്തു. സംഘർഷത്തിന്റെ വക്കിലെത്തിയ സംഭവം പോലീസ് ഇടപെട്ടതുകൊണ്ടാണ് ശാന്തമാക്കാനായത്. പിന്നീട് പോലീസിന്റെ സാന്നിധ്യത്തിൽ വരന്റെ വീട്ടുകാരും വധുവിന്റെ വീട്ടുകാരും നടത്തിയ ചർച്ചയിൽ വധുവിന്റെ വീട്ടുകാർക്ക് നഷ്ടപരിഹാരം നൽകാമെന്ന് ധാരണയായി. 6 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരമായി വരന്റെ വീട്ടുകാർ നൽകാൻ ധാരണയായത്. സംഭവം ഒത്തുതീർന്നെങ്കിലും വിവാഹത്തിന് തയ്യാറാക്കിയ ഭക്ഷണമെല്ലാം പാഴായിപ്പോയി. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക. മദ്യപാനം ആരോഗ്യത്തിനും അതുപോലെ തന്നെ വിവാഹത്തിനും ഹാനികരമാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.